ഇന്നത്തെ സ്പെഷ്യൽ വെളുത്തുള്ളി പായസം. സദ്യയിലെ ഷോ സ്റ്റോപ്പർ അത് പായസം തന്നെയാണ്. മലയാളികളുടെ ഒരു സ്വഭാവം വെച്ച് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ പായസമാക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ ഇന്ന് ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ളൊരു പായസം ചെയ്യാം. ലെറ്റ്സ് മേക്ക്. തൊലി പോക്കാനുള്ള മടി കൊണ്ട് ഞാനിവിടെ ആകപ്പാടി 7 വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ആ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. ഇനി നമുക്കൊരു ചീനച്ചട്ടി വേണം. അടി കട്ടിയുള്ള ചീനച്ചട്ടി തന്നെ വേണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. എന്നിട്ട് നമുക്കിതിലേക്ക് നേരത്തെ കഴുകി വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് വെന്ത പരുവാവുന്ന സമയത്ത് നമുക്ക് 3 കട്ട, അതായത് 1 കപ്പ് വെളുത്തുള്ളിക്ക് 3 കട്ട ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെന്തോന്ന് നോക്കാൻ നമുക്കിങ്ങനെ കുത്തി നോക്കിയാൽ തന്നെ മനസ്സിലാവും. പിന്നെ ഒരു കാര്യം കൂടി, ഈ വെളുത്തുള്ളി വെന്തതിന് ശേഷം മാത്രമേ ശർക്കര ചേർക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പണി കിട്ടും. കാരണം വേറെ ഒന്നുമല്ല, പിന്നെ വേവാൻ കുറച്ച് പണിയാണ്, അതുകൊണ്ടാണ്. ശർക്കര വെളുത്തുള്ളിയായിട്ട് അലിഞ്ഞ് ചേരണം. ഇത് ഇവിടെ കിടന്ന് തിളച്ചോട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ തയ്യാറാക്കാം. 1 തേങ്ങ മുഴുവൻ എടുത്തിട്ടുണ്ട്. ഇത് ചിരകി എടുക്കാം. എന്നിട്ട് നമുക്ക് ചിരകിയ തേങ്ങ അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം. ഈ കറിക്കൊക്കെ അരയ്ക്കുന്ന പരുവം മതി. അടിച്ച തേങ്ങയിലോട്ട് തന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് ഈ അരപ്പ് അരിച്ചെടുക്കുക. തേങ്ങാപ്പാൽ തയ്യാറാക്കാമെന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ്. പക്ഷെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ പെട്ടെന്ന് തേങ്ങാപ്പാൽ കിട്ടും. അങ്ങനെ നമ്മുടെ തേങ്ങാപ്പാലും കൂടി ഈ ചീൻചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് ഇളക്കി 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 നന്നായിട്ട് കുറുക്കിയെടുക്കണം. പണ്ട് കാലങ്ങളിൽ നമ്മൾ ഈ കർക്കിടക മാസത്തിലൊക്കെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനൊക്കെ ഈ അമ്മൂമ്മമാർ തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ്. ഇന്ന് ഇതാരെങ്കിലും തയ്യാറാക്കുന്നുണ്ടോ എന്നറിയില്ല. ഉണ്ടെങ്കിലും മനുഷ്യൻ ചെയ്യണേ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ 2 കാര്യങ്ങൾ മറക്കാതെ ചെയ്യണം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും. ഇപ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. കാരണം നമ്മുടെ വയറിനായിരുന്നാലും സ്കിന്നിനായിരുന്നാലും ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനായിരുന്നാലും ഈ വെളുത്തുള്ളി നല്ലൊരു മെഡിസിനും കൂടിയാണ്. അപ്പം ശരി, അടുത്ത വീഡിയോയിൽ കാണാം.